ആരോഗ്യരക്ഷയ്ക്ക് അനുയോജ്യ ഭക്ഷണം എന്ന സന്ദേശവുമായി വടകര ടൗൺ ഹാളിൽ നടക്കുന്ന ഹരിതാമൃതം 16-ാം പതിപ്പ് ശ്രദ്ധേയം. ജൈവ വസ്തുക്കളുടെയും ഉൽപ്പന്നങ്ങളുടെയും വിവിധ സ്റ്റോളുകളും പ്രഭാഷണങ്ങളും സംവാദങ്ങളും ഓപ്പൺ ഫോറങ്ങളും ഒക്കെയായി ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ഓരോ വർഷവും ഹരിതാമൃതം. വടകരയിൽ ഹരിതാമൃതം ആരംഭിച്ചിട്ട് 16 വർഷമായി. ആരോഗ്യരക്ഷയ്ക്ക് അനുയോജ്യ ഭക്ഷണം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ വർഷം 5 ദിവസമായി ഹരിതാമൃതം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വടകര നഗരസഭയിലും കൃഷിയോ എന്ന് ചോദിച്ച വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ നിന്നും മാറി ഇന്ന് വടകരയിലും പരിസര പ്രദേശങ്ങളിലും വടകര താലൂക്കിലും എല്ലാ ഭാഗത്തും കൃഷിയെപ്പറ്റി അവബോധമുണ്ടാകാനും ഒരു വീട്ടിൽ ഒരു കറിവേപ്പിലെങ്കിലും നട്ടു വളർത്താനുമുള്ള ഒരു പ്രചോദനമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഹരിതാമൃതം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 16 വർഷവും ഓരോ വർഷം കഴിയുന്തോറും ഒന്നിനൊന്നും മെച്ചപ്പെട്ടു വരികയാണ്. പൊതുജനങ്ങളുടെ പങ്കാളിത്തം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളായാലും ഓപ്പൺ ഫോറങ്ങളായാലും പഠന ക്ലാസ്സുകളായാലും ഒക്കെ തന്നെ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒയിസ്ക ഇന്റർനാഷണൽ, അതുപോലെ തന്നെ ജൈവ കർഷക സമിതി ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. ഒയിസ്ക ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ വടകരയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം നടത്തിയ ക്വിസ് മത്സരവും ഉപന്യാസ മത്സരവും ഒക്കെ തന്നെ നമ്മുടെ ഏറ്റവും ചെറിയ മക്കളിൽ പോലും കൃഷിയെയും ജൈവ കൃഷിയെയും അതുപോലുള്ള കാര്യങ്ങളെ പറ്റി അവബോധം ഉണ്ടാക്കുവാൻ വേണ്ടി സാധിച്ചു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. ഓരോ സ്റ്റാളുകളും ഓരോ വർഷം കഴിയുന്തോറും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു വരികയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെയുള്ള സ്റ്റാളുകളൊക്കെ തന്നെയും ഒരു വലിയ ശതമാനം നമ്മുടെ മഹാത്മാ ദേശസേവ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീടുകളിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളൊക്കെ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സന്തോഷമുണ്ട്. അത് നമ്മുടെ തങ്കച്ചൻ വൈദ്യരായാലും കണ്ണമ്പുറത്ത് പപ്പേട്ടനായാലും ഒക്കെ തന്നെ അവരുടെയൊക്കെ വീടുകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും ഇവിടെ വിൽക്കുകയും നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ നമ്മളിവിടെ കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 16 വർഷവും ഉച്ചയ്ക്ക് കഞ്ഞിയും പുഴുക്കുമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പല കല്യാണങ്ങളിലും മറ്റ് നിശ്ചയ പരിപാടികളിലൊക്കെ പോയിട്ടും ആളുകൾ ഭക്ഷണം കഴിക്കാതെ ഇവിടെ വന്ന് ആ കഞ്ഞിയും പുഴുക്കും കഴിക്കുന്ന ഒരു അനുഭവം ഒക്കെ തന്നെ നമുക്കുണ്ടായിട്ടുണ്ട്. എന്തായാലും വടകരയെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി 2ാമത്തെ സെക്കൻഡ് വീക്ക് വരുന്ന ആ ആഴ്ചകൾ എന്ന് പറയുന്നത് ഉത്സവത്തിന്റെ പ്രതിനിധിയായി ജനങ്ങളിൽ എല്ലാ താഴെത്തട്ടിലുള്ള ജനങ്ങളായാലും ഉദ്യോഗസ്ഥന്മാരായാലും എല്ലാ തരത്തിലുള്ള ആളുകളും ഒരുപോലെ നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഹരിതാമൃതം എന്ന കാര്യത്തിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും മുന്നോട്ട് വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Bobby Chamanur International Jewelers.